ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ this is the right time for you guys. The 10 rules of Ikigai. Stay active, don't retire. Take it slow. Don't fill your stomach. Surround yourself with good friends. Get in shape for your next birthday. Smile. Reconnect with nature. Give thanks. Live in the moment. Follow your Ikigai. ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഓഫ് ഫെംസ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ലൈഫിൽ യൂസ്ഫുള്ളും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. ലൈക്ക് ഡെയിലി വ്ലോഗ്സ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വ്ലോഗ്സ്, അതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനത്തെ കാര്യങ്ങളിലും പിന്നെ ട്രാവലിംഗ് വീഡിയോസും. ട്രാവലിംഗ് വീഡിയോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യാൻ എപ്പോൾ പറ്റും നമുക്കറിയില്ല. നമ്മൾ വീണ്ടും ലോക്ക്ഡൌണിലേക്ക് വന്നിരിക്കുകയാണ്. കേരളത്തിലും അതുപോലെ ഇന്ത്യയിലെ കുറേ പേര് അതർ സ്റ്റേറ്റ്സിലും ഒക്കെ ലോക്ക്ഡൌൺ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളുടെ ഈ ലോക്ക്ഡൌണിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ ലോക്ക്ഡൌൺ ഡേയ്സ് കുറച്ചും കൂടി ക്രിയേറ്റീവും എഫിഷ്യൻറ്റുമായിട്ട് നമുക്ക് യൂസ്ഫുൾ ആക്കാം എന്ന് പറയുന്ന കുറച്ച് ഒരു 10 പോയിന്റ്സ് അല്ലെങ്കിൽ 10 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ഈച്ച് ആൻഡ് എവ്രി വൺ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ ആ ഒരു ലോക്ക്ഡൗൺ ഡേയ്സ് നമുക്ക് ബോർ അടിക്കാണ്ട് ഫുൾ ടൈം ഫോണും ലാപ്ടോപ്പും ഒന്നും അല്ലാണ്ട് കുറച്ചും കൂടി നല്ല ഹാപ്പി ആയിട്ടും ബാക്കി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുത്താൻ പറ്റിയ കാര്യങ്ങളാണ് ഈ 10 പോയിന്റ്സ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും നല്ല ഇൻട്രസ്റ്റിംഗും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ടു ഓൾ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ ടൈം വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വന്നിട്ടുണ്ടല്ലോ ഡീക്ലട്ടർ. ഡീക്ലട്ടർ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ക്ലട്ടർ മീൻസ് ആകെ അലങ്കോലമായിട്ട് കൊളായിട്ട് കിടക്കുന്ന സാധനമാണ്. അതിനെ നമ്മൾ ഡീക്ലട്ടർ ആക്കുക, എല്ലാം അതിൽ നിന്ന് വൃത്തിയാക്കി എല്ലാം ഓർഗനൈസ് ചെയ്ത് വയ്ക്കണതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എങ്ങനെ നമ്മൾ ഡീക്ലട്ടർ ചെയ്യും, നമ്മുടെ വീട്ടിൽ എങ്ങനെ ഡീക്ലട്ടർ ചെയ്യും? നമുക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഡീക്ലട്ടറിങ് ആവശ്യമാണ്. നമ്മുടെ കിച്ചൺ, നമ്മുടെ ബെഡ്റൂം, നമ്മുടെ വാർഡ്രോബ്, നമ്മുടെ ബാത്റൂം, ഇവിടെ എല്ലാം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതിലൊക്കെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കുറേ ആവശ്യമില്ലാത്ത കുറെ യൂസ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ എല്ലാം നമ്മുടെ വീട്ടിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും ഇല്ല, എല്ലാം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ആവശ്യമില്ലാത്തതൊക്കെ ഡൊണേറ്റ് ചെയ്യണവർക്കും കളയണവർക്കൊക്കെ ലൈക്ക് ബിഗ് അപ്ലോസ് കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ ലേസിയാണ്. അപ്പൊ ഈ ടൈം എന്തായാലും അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യും. നമ്മുടെ ഇപ്പോൾ ലൈക്ക് വി സ്റ്റിൽ ഹാവ് ലൈക്ക് ബാത്റൂമിൽ പഴയ പേസ്റ്റിന്റെ ട്യൂബ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ എടുത്ത് കളയേണ്ട സമയമായിട്ടുണ്ട്. മേ ബി ലൈക്ക് ഹാപ്പി ലോഷന്റെ ബോട്ടിൽ അതുവരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ അതെല്ലാം മാറ്റി, അതുപോലെ വാർഡ്രോബിന്റെ കാര്യം പറയാൻ വേണ്ട, ആവശ്യമുള്ളത് അനാവശ്യമായിട്ട് പാകാവാത്ത ഡ്രസ്സുകൾ എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം മാറ്റി തിരിച്ച് നല്ല നല്ല ഡ്രസ്സുകൾ എന്തായാലും നമ്മൾ സെപ്പറേറ്റ് ആക്കി നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്കൊരു ഡൊണേറ്റ് ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്. നമുക്കല്ലെങ്കിലും വേറൊരാൾക്ക് ആവശ്യമായിട്ട് ഉള്ളതായിരിക്കും. അപ്പൊ അതുപോലെ കിച്ചണിലാണെങ്കിലും യൂട്ടെൻസിൽസും എല്ലാം ഭയങ്കര പഴകിയതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അതെല്ലാം നമ്മൾ നല്ലതായിട്ടൊക്കെ ഇരിക്കണപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ വല്ലതും ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ, നമ്മൾ എടുക്കാത്തതൊക്കെ. അതും നമുക്ക് വേണ്ടാതെ എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കണതും ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇതാണ് ഡീക്ലട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ തന്നെ നമുക്ക് മൈൻഡിൽ കൂടെ പോകുന്നുണ്ടാവുമല്ലോ, കുറെ നമുക്ക് ഉണ്ട് ചെയ്യാൻ. അപ്പൊ ഈ ഡേയ്സ് എന്തായാലും ഇതിനു വേണ്ടി ഉപയോഗിക്കുക. നമ്മളെന്താ പറയാ, ഈ വീടും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഒന്ന് ലൈക്ക് അവരും ശ്വസിക്കട്ടെ. ഈ സാധനങ്ങളൊക്കെ കുന്നുകൂടിയുള്ളതൊക്കെ നമുക്ക് മാറ്റാം ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിൽ. നെക്സ്റ്റ് വന്നിട്ടുണ്ടല്ലോ ബി ക്രിയേറ്റീവ്. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു എന്താ പറയുക ടാലന്റ് അല്ലെങ്കിൽ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാകും അല്ലേ? അത് നമ്മൾ നമ്മുടെ ജോലി അല്ലെങ്കിൽ പഠിത്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഇൻബോൺ ആയിട്ട് കിട്ടിയിട്ട് നമ്മൾ അതിനെ അധികം ശ്രദ്ധിക്കാണ്ട് കളഞ്ഞതും പകുതി വഴിയിലിട്ട് പോയ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇപ്പൊ ഒന്നും കൂടി എന്താ പൊടി തട്ടി എടുക്കേണ്ട സമയമാണ്. എനിക്ക് എന്താ പറയാ, എനിക്കൊരു ഡാൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവർക്ക് മനസ്സിലാവും. ഫുൾ ടൈം ഡാൻസ് റീൽസ് ഇടലാണ് ഇപ്പൊ പണി.
അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവര് അത് നോക്കണം കേട്ടോ, ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. അതൊക്കെ പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഈ ടൈമിൽ അങ്ങനത്തെ കാര്യങ്ങളും ഡ്രോയിങ് ആയിക്കോട്ടെ, പെയിന്റിങ് ആയിക്കോട്ടെ, ക്രാഫ്റ്റ്, ഫോട്ടോഗ്രാഫി, അങ്ങനത്തെ എന്ത് സ്കില്ലും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ളത് നമ്മൾ ശരിക്കും അത് പുറത്തേക്ക് എടുക്കണം. അതെന്തായാലും അതൊരു എന്താ പറയുക, ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് ഒരു എന്തൊരു ആർട്ടും എനിക്ക് തോന്നുന്നു ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ പോലെയാണ്. നമ്മൾ അതിലൂടെ ഫുൾ മുഴുകി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഡ്രോയിങ് ആയി പെയിന്റ്. അപ്പോൾ ലൈക്ക് മെന്റൽ ഹെൽത്തിനും എല്ലാത്തിനും ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ എല്ലാ ആർട്ടിലെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് നിങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഒന്നും കൂടിയും സ്റ്റാർട്ട് ചെയ്യണം. കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡേയിൽ ഒരു ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് നിർബന്ധമായിട്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്. പിന്നെ വന്നിട്ട് സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സും കസിൻസ്. അങ്ങനെ ഫ്രണ്ട്സ് കസിൻസൊക്കെ നമുക്കിപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ബട്ട് സ്റ്റിൽ നമുക്ക് ഫോൺ ഉണ്ട്, നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, വാട്സാപ്പ് ചാറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നല്ലൊരു ഇത് ടച്ച് മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക. കുറേ നാളായിട്ട് നമ്മൾ ഭയങ്കര ബിസി ഷെഡ്യൂൾസ് ആയിട്ട് പോവുകയല്ലേ. അതോടൊപ്പം ഫ്രണ്ട്സിനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ കുറെ പഴയ നമ്മുടെ സ്കൂളോ കോളേജോ ഒക്കെ കുറെ ഗ്യാപ്പിന് ശേഷമൊക്കെ മിണ്ടി തുടങ്ങുക, അവരുമായിട്ട് നല്ല കോണ്ടാക്ട് വയ്ക്കുക, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു ഫാമിലിയിലേക്കുള്ള ആ ഒരു ഇന്ററാക്ഷൻ ഫസ്റ്റ് ലോക്ക്ഡൌണിലൂടെ ഭയങ്കരമായിട്ട് കൂടി. നല്ല ബോണ്ടിങ് ആണ്. നമ്മൾ കുറച്ചും കൂടി ടൈം ഇപ്പോൾ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്. ഇനിയും അതൊന്നും ചെയ്യാത്തവർ ഇപ്പൊ എന്തായാലും ഈ ഒരു ടൈം യൂസ് ചെയ്യൂ നിങ്ങൾ, ലാസ്റ്റ് ടൈം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ടുണ്ടല്ലോ, ന്യൂ സ്കിൽ. നമുക്ക് എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ള ഒരു സ്കില്ല് പഠിക്കാൻ പറ്റിയ ഒരു ടൈമാണ്. നമ്മളിപ്പോൾ ഇത്രയും ടൈം നമ്മൾ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ അറിവും ഇൻഫർമേഷൻ നമ്മുടെ ചുറ്റും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് ഫിംഗർ ടിപ്സിൽ വരെ നമുക്ക് ഫോണിൽ കൂടിയാണെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസ് എന്ത് ഉപയോഗിച്ചാലും നമുക്ക് കുറേ പുതിയ നോളജ്, പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ സ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഫോട്ടോഗ്രാഫിയിലായിക്കോട്ടെ, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ബിഗിനേഴ്സിനുള്ള കുറേ ട്യൂട്ടോറിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് മേക്കപ്പിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അല്ലെങ്കിൽ ഡ്രോയിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പുതിയൊരു ലാംഗ്വേജ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, പുതിയ എന്തെങ്കിലും സ്കില്ല് കൂടുതൽ ഒരു ലാംഗ്വേജ് ഒക്കെ കൂടുതൽ പുതിയതായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ജോബിനാണെങ്കിലും നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിലൊക്കെ. അപ്പോൾ ഈ ഒരു ടൈം അങ്ങനെ പുതിയത് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ടൈം കണ്ടെത്തണം. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ടുണ്ടല്ലോ, റീഡിങ് ആണ്. അത് പറയുമ്പോൾ തന്നെ എന്നെ അറിയുന്നവർ ഇപ്പൊ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടാവും. ഞാൻ വായനക്കാരിയല്ല കേട്ടോ, പക്ഷെ സ്റ്റിൽ വായിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ കുറച്ച് ടൈം കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ വായിക്കാൻ നോക്കും. ഫോണിലല്ല, ഈ ബുക്കും അങ്ങനെയൊന്നുമല്ല, കിൻഡിലൊന്നുമല്ല, ലൈക്ക് ബുക്കായിട്ട് തന്നെ വായിക്കാൻ നോക്കും. അപ്പൊ ഈ ഒരു ടൈമില് ഇത് നമ്മൾ എല്ലാവരും പറയണതാണ്, നമ്മൾ കുറെ കേൾക്കണതും ഒക്കെയാണ്. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാൻ നോക്കാറില്ല. നമ്മളെല്ലാം പിന്നെ ആവട്ടെ, നമ്മൾ മടിയാണ്, അതൊക്കെ അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന് ഭയങ്കര അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ബുക്ക് വായിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ സ്പെൻഡ് ചെയ്യണം. വീട്ടിൽ എന്തായാലും നിറയെ ബുക്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ആരുടെയെങ്കിലും ഒക്കെ. അപ്പൊ അതിൽ നല്ലത് നോക്കിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അത് ബോറിംഗ് ആയിട്ട് തോന്നും നമുക്ക്. അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല വഴിയില്ലെങ്കിൽ ഈ ബുക്കായിട്ട് നമുക്ക് കുറേ ബുക്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഓഡിയോ വഴി നമുക്ക് കേട്ടുകൊണ്ട് നമുക്ക് ബുക്കിനെ കുറിച്ചുള്ള ഫുൾ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഫിറ്റ്നസ് എന്താ പറയുക, എക്സസൈസ്, വർക്ക്ഔട്ട് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലും ഈ ഒരു ജനറേഷനും ഒക്കെ ഇങ്ങനെ കുറച്ച് കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ പലതരം അസുഖങ്ങൾ നമുക്ക് ടീനേജ് തൊട്ട് എല്ലാ അഡൽട്സിനൊക്കെ ഉണ്ടാകും. ഞാൻ ഇന്നും കൂടി ന്യൂസിൽ ഡോക്ടർ പറഞ്ഞ കേട്ടുള്ളൂ, ലാസ്റ്റ് ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ വന്നേ പിന്നെ അല്ലാത്ത ഉള്ള അസുഖങ്ങൾ ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ ഇരിക്കലും ഇപ്പൊ എല്ലാവരുടെയും ജോലിയൊക്കെ വർക്ക് ഫ്രം ഹോം ആയി. അപ്പോൾ വെറുതെ കഴിക്കുക, ഇരിക്കുക, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല.
അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ, ഒരു 45 മിനിറ്റ്സ് 1 അവർ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സമയം വർക്കൗട്ട് ഭയങ്കര അത്യാവശ്യമാണ്. ഡേ ടൈം, ഐ മീൻ ഏർലി മോർണിംഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ ഈവനിങ് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അപ്പോഴെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇപ്പോൾ വർക്കൗട്ട്സ് പറയുമ്പോൾ കുറേ നമുക്ക് ആപ്പുകളുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ സൗകര്യങ്ങളും നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. പിന്നെ സൂംബി ആയിട്ടും അല്ലെങ്കിൽ എന്താ ഡാൻസ് വർക്കൗട്ട്സ്, ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതെന്തായാലും നമ്മൾ ആരും ചെയ്യാത്തവരാണെങ്കിൽ ഇത് ഈ ടൈമിൽ, ഈ ലോക്ക്ഡൗൺ ടൈമിൽ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. എല്ലാവരും നമ്മൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കണവർ, കൂട്ടാൻ നോക്കണവർ, അങ്ങനെ എന്തും ആകട്ടെ, വെയിറ്റ് റിലേറ്റഡ് അങ്ങനെ ചിന്തിക്കേണ്ട. പക്ഷെ നമ്മുടെ മൊത്തത്തിലും ബോഡിക്കൊക്കെ ഒരു അനക്കം വേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും നടത്തോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും എക്സസൈസസ് അല്ലെങ്കിൽ വർക്കൗട്ട്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത് വന്നിട്ട് ലോങ് ടൈം വിഷസ്. നിങ്ങൾ കുറെ നാളായിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലും പഠിക്കണം എന്നിട്ടുള്ള വിചാരിച്ചിട്ട് നീട്ടി പോണ കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ ഒരു ലോക്ക്ഡൗൺ ഡേയ്സിൽ എന്തായാലും ചെയ്യാൻ ശ്രദ്ധിക്കണം. ലൈക്ക് ഇപ്പം എന്താ പറയുക, ഇപ്പം ഡയറി ഒക്കെ എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഇങ്ങനെ ദിവസത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. പക്ഷെ തിരക്കുകളും അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് ചെയ്യാണ്ട് ഇങ്ങനെ നീട്ടി പോയി വച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു ടൈമിൽ മൈൻഡിൽ വരുന്നത് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക. എഴുതാനായിട്ട് നമുക്ക് എന്തായാലും ടൈം ഉണ്ട്, അതിന് ടൈം കണ്ടെത്തുക. അങ്ങനെ കുറെ വിഷസ്, അല്ലെങ്കിൽ ഇപ്പൊ കുറെ ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു പ്ലേസ് ആണെങ്കിൽ അത് ഏത് പ്ലേസ് ആണ്, ആ പ്ലേസിനെ കുറിച്ചുള്ള നോക്കുക. അവിടുത്തെ ലൈക്ക് ബഡ്ജറ്റ് എത്രയാണ്, എങ്ങനെ എക്സ്പെൻസ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ചും കൂടി എല്ലാം നമുക്ക് നല്ല ഈസിലിരുന്ന് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾക്ക് ഇത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യം ആണ്, ഇഷ്ടമുള്ള കാര്യവുമാണ്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി എങ്ങനെയോ സമയം കണ്ടെത്തില്ല. സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് പാമ്പറിങ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മളുടെ സ്വയം ആയിട്ട് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും നമ്മുടെ ബോഡിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് ടൈം ഈ ഒരു ഡേയ്സിൽ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കുറേ DIYs ഒക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളെ എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് സെൽഫ് എല്ലാത്തിനും നല്ല കെയർ കൊടുക്കുക. ഇപ്പോൾ പുറത്തേക്ക് ഒന്നും പോകണ്ട. അപ്പോൾ മേ ബി ലൈക്ക് സ്കിന്നിന്, നിങ്ങളുടെ എന്താണ് സ്കിന്നിന്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നല്ല കെയർ കൊടുക്കാം. അല്ലെങ്കിൽ ഹെയർ ഫോളോ, ഡാൻഡ്രഫോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്കിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ ഫാമിലിയിൽ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്കിത് ചെയ്യാലോ. സീനിയേഴ്സിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വീട്ടമ്മമാരും അങ്ങനെയുള്ളവരൊക്കെ ഇതിന് വേണ്ടിയിട്ടൊന്നും ടൈം സ്പെൻഡ് ചെയ്യാണ്ട് തിരക്കിൽ വേണ്ടിയിട്ടാണല്ലോ എപ്പോഴും നടക്കുക, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെയും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു സെൽഫ് കെയർ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കും. സോഷ്യൽ മീഡിയ എനിക്ക് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത അവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിട്ടൊക്കെ, യൂട്യൂബ് ആയിക്കോട്ടെ, ട്വിറ്റർ, എന്താണെങ്കിലും പല കാര്യങ്ങളിലും ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ, അതിലാണ് ടൈം സ്പെൻഡ് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഗ്രോ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ടൈം ഡെഫിനറ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുള്ളവരാണ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് എന്താ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത്, ലൈക്ക് ടു അതേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. ഇപ്പോൾ ലൈക്ക് വരയ്ക്കാൻ അറിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ പേജ് തുടങ്ങാം, അതിൽ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ യു ഗൈസ്. കുറേ പേര് ഉണ്ടല്ലോ അല്ലെങ്കിൽ ചെയ്താൽ ശരിയാവോ എന്നൊന്നും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലോണം പ്രസന്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കയ്യിൽ നല്ലോണം യൂസ്ഫുള്ളും പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ടൈമിൽ തുടങ്ങാൻ പറ്റിയൊരു ടൈമാണ്. വേറെ തിരക്കും ബഹളവും ഒന്നുമില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡേയ്സ് യൂസ്ഫുൾ ആക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഡിജിറ്റൽ ഡിറ്റോക്സ്.
ഈ വീട് കേട്ടിട്ടില്ലെങ്കിൽ ഇത് കുറച്ച് നാളായി ഈ വീട് ഇന്നായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലും സോഷ്യൽ മീഡിയ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിലും ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ്. ലൈക്ക് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് അവരുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്തി തുടങ്ങി. നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ആയിട്ട് അഡിക്റ്റ് ആണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിന് നിങ്ങൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അത് വേറൊരു സൈഡ്, അതും ആവശ്യമാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മുടെ അല്ലാത്ത ഹെൽത്തും കണ്ണും തലയും അതും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്താ പറയാ, ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഡിജിറ്റൽ ഡിറ്റോക്സ് ഡേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് സാറ്റർഡേയോ സൺഡേയോ ഏതൊരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിവസം, ഒരു ദിവസം എങ്കിലും പറ്റാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ഒരു 12 hours അല്ലെങ്കിൽ ഒരു 8 hours എങ്കിലും ഫോൺ, ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും ഇല്ലാണ്ട്, ടിവിയോ ഫോണോ ലാപ്ടോപ്പോ പിസിയോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലൈക്ക്, ഇത് ഞാൻ ഭയങ്കര ഈസി ആയിട്ട് പറയണ്ട, പക്ഷെ എന്നെ കൊണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യണം എന്ന് വിചാരിക്കുന്ന, പക്ഷെ ഒട്ടും നടക്കില്ല. കാരണം നമ്മൾ ആ ഒരു ടൈം എത്തുമ്പോൾ അല്ലെങ്കിൽ എന്തായിരിക്കും, അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവോ, അവിടെ ലൈക്ക് വന്നിട്ടുണ്ടോ, കമന്റ് വന്നിട്ടുണ്ടോ, ഫോളോവേഴ്സ് വന്നിട്ടുണ്ടോ, നമ്മൾ ഫുൾ കൗണ്ടിങ്ങിലാണ് നമ്മുടെ ചിന്തകൾ മുഴുവൻ പോണല്ലേ. സോഷ്യൽ മീഡിയയിലുള്ളവർ ഫുൾ കൗണ്ടിങ്ങില്, ബാക്കിയുള്ള പിള്ളേർക്കാണെങ്കിൽ മാർക്കിന്റെ കൗണ്ടിങ്ങില്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്, ഒരു ഡേ എങ്ങനെയും ഒരു ഡിജിറ്റൽ ഡിറ്റോക്സ് ചെയ്തിരിക്കും. അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കണ്ണിനും തലയ്ക്കും നമ്മുടെ പോസ്ചറിനും എല്ലാം ഇങ്ങനെ ഇരുന്ന് ചെയ്യണതിൽ നമ്മൾ കുറച്ചും കൂടി പുറത്തുമായിട്ടുള്ള ആ ഒരു ടൈം നേച്ചറായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യൂ. അവിടെ നടക്കുക, ഇറങ്ങുക, ഗാർഡനിങ് ചെയ്യുക, പുതിയ പ്ലാന്റ്സ് വെക്കുക, നനയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ പല പല കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് അതിനെ ആ ഒരു ദിവസത്തിനെ യൂസ്ഫുൾ ആക്കാം. എന്നിട്ട് എന്തായാലും നിങ്ങൾ എന്താ പറയുക, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് താങ്ക്സ് പറയുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം അത്ര നമുക്കൊരു സന്തോഷം കിട്ടും. നമ്മൾ വിചാരിക്കുന്ന അയ്യോ അതില്ലാണ്ട് നമുക്ക് പറ്റില്ല എന്നാണല്ലോ. അപ്പൊ അത് മാറ്റി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ വാവ്, യു ഫീൽ ഗ്രേറ്റ്, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ അത് എനിക്കും എന്തായാലും ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഞാനും തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളും ചെയ്തിട്ട് എനിക്ക് ഒരു അപ്ഡേറ്റ് തരണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ DM ചെയ്യാം, അല്ലെങ്കിൽ കമന്റോ എന്ത് വഴിയാണെങ്കിലും നിങ്ങളത് എന്നോട് ഷെയർ ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലോക്ക്ഡൌൺ ഡേയ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്ന. വീട്ടിൽ ഇപ്പൊ നോക്കുമ്പോൾ എത്ര കാര്യങ്ങൾ നമുക്ക് പ്രൊഡക്റ്റീവും എഫിഷ്യന്റും ബോറടി മാറ്റി ലേസിനെസ് ഒക്കെ മാറ്റി ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഷെയർ ചെയ്തു. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കണം, ഇംപ്ലിമെന്റ് ചെയ്യണം ഈ ഡേയ്സിലെല്ലാം. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ വേറെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ ലോക്ക്ഡൌൺ ഡേയ്സ് ഒക്കെ കുറച്ചും കൂടി നല്ല കാര്യമായിട്ട് യൂസ് ചെയ്യട്ടെ, എഫിഷ്യന്റും ഹാപ്പിയുമായിട്ട് വീട്ടിൽ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് എന്തായാലും യൂസ്ഫുൾ ആണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു സിറ്റുവേഷൻ, നമ്മുടെ പാൻഡമിക് സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ് ആയിക്കൊണ്ട് വരികയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് ലൈക്ക് ആ ഒരു മെന്റൽ ഹെൽത്ത് ഒന്നും പോവാണ്ട് ഹാപ്പി ആയിട്ടിരുന്ന് വീട്ടിലിരുന്നിട്ട് ഇതിനെതിരെ ലൈക്ക് COVID-19 നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് എല്ലാം മാറി നമുക്കൊരു ഹാപ്പി പഴയ പോലെ മാസ്ക് ഒന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഒരു നെക്സ്റ്റ് ന്യൂ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. കീപ് സ്മൈലിംഗ്, അത് മറക്കരുത്. എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുക. സ്പ്രെഡ് ഹാപ്പിനെസ്. താങ്ക് യു, ലവ് യു, ബൈ.